നൊച്ചാട് പഞ്ചായത്തിലെ 5-ാം പീടികയിൽ അനുവദിച്ച സപ്ലൈകോ മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. കെ കുഞ്ഞമ്മദ് MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വൈശാഖ് ആദ്യ വിൽപ്പന നടത്തി. വൈസ് പ്രസിഡന്റ് KC ബാബുരാജ്, കെ ഷാജിമ, സുബേദ ചെറുവറ്റ, വി ആലീസ് മാത്യു, ഇ വത്സല, ബിന്ദു അമ്പോളി, കെ ചന്ദ്രൻ, കെ മധുകൃഷ്ണൻ, വത്സൻ എടക്കോടൻ, TC കുഞ്ഞമ്മദ്, വി ജാനു, M ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം അത് വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥമായ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും മാവേലി സ്റ്റോർ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ ഭരിച്ച എല്ലാ സർക്കാരുകളും നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്താനും അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഇടത്തക്കാരും ഇവിടെ കഷ്ടപ്പെട്ട് ജീവസന്ധാരണത്തിൽ വഴിയെടുത്ത ആളുകൾക്കൊക്കെ തന്നെ ഭക്ഷ്യസാധനങ്ങൾ മിതമായ വിലക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മാവേലി സ്റ്റോറുകൾ 904-ാമത്തെയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ഈ നൊച്ചാട് 5-ാം പീടികയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത MLA സൂചിപ്പിച്ചതുപോലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇനി 60 പഞ്ചായത്തുകളിലാണ് ഇനി ആരംഭിക്കാനുള്ളത്. അത് ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഈ ബാക്കി 60 പഞ്ചായത്തുകൾ, മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത 60ഓളം പഞ്ചായത്തുകളാണ് ഇനിയുള്ളത്. അതിലേക്ക് വ്യാപിപ്പിക്കുവാനും ഇപ്പോൾ ഉള്ള പഞ്ചായത്തുകൾ തന്നെ രണ്ടാമത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 60 പഞ്ചായത്തുകൾ തുടങ്ങാത്തത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ ഒരുക്കി തരാത്തതുകൊണ്ടാണ്. ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്തുകളാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായ മറ്റ് NGOs അങ്ങനെ ഏതെങ്കിലും സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും മുന്നോട്ട് വരാം. അപ്പോൾ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തരണം. അപ്പോൾ അത് ഒരുക്കി തരുന്നതിന്റെ തൊട്ടു പിറകെ തന്നെ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്.